നമസ്കാരം. റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി താനൂർ നിയോജക മണ്ഡലത്തിൽ 9 കോടിയുടെ ഭരണാനുമതിയായി. പൊതുമരാമത്ത് വകുപ്പാണ് പദ്ധതിക്കായി തുക അനുവദിച്ചത്. പുത്തൻതെരു വെള്ളച്ചാൽ റോഡിലെ 400 മീറ്ററും അത്താണിക്കൽ തെയ്യാല റോഡിലെ 600 മീറ്ററും വയലത്തൂർ കോഴിച്ചെണ്ണ റോഡിലെ 200 മീറ്ററും നവീകരിക്കുന്നതിനായി 4 കോടി രൂപയാണ് അനുവദിച്ചത്. താനൂർ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ടിപ്പു സുൽത്താൻ റോഡ് വരെയുള്ള 700 മീറ്റർ നീളത്തിൽ റോഡ് വീതി കൂട്ടി അഴുക്കുചാൽ നിർമ്മിച്ച് സ്ലാബിട്ട് മൂടുന്ന പ്രവൃത്തിക്കായി 2 കോടി രൂപയും അനുവദിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രതിരോധം തീർക്കാൻ താനൂരിൽ നാട്ടുകാർ ഒന്നിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം താനൂർ TV's ഹാളിൽ ചേർന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മതസാംസ്കാരിക നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായി. നഗരസഭാ ചെയർമാൻ റഷീദ് മൗര്യ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ K ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമായി സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും മിക്ക വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരുണ്ട്. വലിച്ചെറിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും 100% വലിച്ചെറിയൽ മുക്തമാക്കേണ്ടതുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഇതിനായി മാർച്ച് 13 മുതൽ 16 വരെയുള്ള തീയതികളിൽ മാസ് ശുചീകരണ ക്യാമ്പയിൻ നടത്തും. സന്നദ്ധ പ്രവർത്തകർ, ക്ലബ്ബുകൾ, തൊഴിലാളി സംഘടനകൾ, യുവജന സംഘടനകൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. താനൂരിലെയും മലപ്പുറം ജില്ലയിലെയും പ്രാദേശികമായ വാർത്തകൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. താനൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നഗരസഭാ പരിധിയിൽ രാത്രികാല പരിശോധന ശക്തമാക്കി. നഗരസഭാ പരിധിയിലെ ഉപ്പിലിട്ട വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന താൽക്കാലിക കേന്ദ്രങ്ങളിലാണ് പരിശോധന ശക്തമാക്കിയത്. മഞ്ഞപ്പിത്തം ഉൾപ്പെടെ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധന തുടരുന്നത്. നഗരസഭാ പരിധിയിലെ ശീതളപാനീയ കേന്ദ്രങ്ങളും ഭക്ഷണശാലകളിലും ഗുണനിലവാര പരിശോധന നടത്തുകയും ശുചിത്വ നിലവാരം വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് നഗരസഭാ ആരോഗ്യ വിഭാഗം നേതൃത്വം നൽകി. നിർമ്മാണത്തിലിരിക്കുന്ന താനൂർ ഗവൺമെൻറ് കോളേജിൽ പ്ലേഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനായി 2.13 കോടി രൂപ അനുവദിച്ചു. കായിക വകുപ്പാണ് ഭരണാനുമതി നൽകിയത്. നിലവിൽ കോളേജിനായി കെട്ടിടം നിർമ്മിക്കുന്ന ഒഴൂരിലാണ് മികച്ച സൗകര്യങ്ങളുള്ള പ്ലേഗ്രൗണ്ട് തയ്യാറാക്കുന്നത്. തീരദേശ വികസന കോർപ്പറേഷൻ്റെ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 5.4 ഹെക്ടർ ഭൂമിയിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കി 29 കോടി കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് കോളേജിനുള്ള പുതിയ കെട്ടിടം പണി പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ ലൈബ്രറി കെട്ടിടത്തിൻ്റെ നിർമ്മാണവും ചുറ്റുമതിൽ ഗേറ്റ് നിർമ്മാണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.